ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ ട്യൂസ്ഡേ ക്വസ്റ്റ്യൻ സെക്ഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നെക്സ്റ്റ് വീക്കിൽ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ടീനേജേഴ്സിന് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാമോ എന്ന്. ടീനേജേഴ്സിന് ബേസിക്കലി എന്തെങ്കിലുമൊക്കെ ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫേസ് വാഷ് കൂടെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തെറ്റില്ല. പിന്നെ നമ്മുടെ ടീനേജ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ സ്കിന്നിന് കൂടുതലായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലായിട്ടും ടീനേജേഴ്സിന് കാണപ്പെടുന്നത് ഓയിലി സ്കിന്നാണ്. ഞാനൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അതായത് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് മൊത്തം ഒരു കിന്നങ്ങത്ത് തിളങ്ങും. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറയാറുണ്ട്, ഒരു കുടം എണ്ണ എൻ്റെ മുഖത്ത് നിൽക്കുന്നത്, അത്രയ്ക്ക് ഓയിലി ആയിരിക്കും നമ്മുടെ സ്കിൻ. പിന്നെ മാത്രമല്ല, നമ്മൾ പുറത്ത് പോയിട്ട് ഒരുപാട് വർക്ക് ചെയ്യും, പണിയൊക്കെ കളിക്കാനും ബഹളവും സ്കൂളിൽ പോക്കൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ടയർഡ്നെസ് ഒക്കെ നമ്മുടെ ഫേസിൽ വരും. നമുക്ക് ഹോർമോണൽ ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്ത്, സ്ട്രെസ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. മോസ്റ്റ് ഓഫ് ദി ടീനേജേഴ്സിന് ജനറലൈസ് ചെയ്ത് പറയുന്നതിന് കൂടുതൽ ആൾക്കാർക്കും ഓയിലി സ്കിൻ ആയിരിക്കും ഗേൾസിൽ വരും. ബോയ്സിന് പിന്നെ ഓൾറെഡി ഒരു ഓയിലി സ്കിൻ ആയിരിക്കും. കാരണം നിങ്ങളുടെ ആ മുഖക്കുരു വരുന്നതൊക്കെ ടീനേജേഴ്സിലാണ്. നമുക്ക് ആ ഒരു മുഖക്കുരു വരുന്നതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ടീനേജേഴ്സിലാണ്. അങ്ങനെ ചില സമയത്ത് നമ്മൾ അറിയുന്നത് ഓക്കെ പിഗേർഡ് ഹിറ്റായി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ആ മൂക്കുരു വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് വളരെ നല്ലതാണ് ടീനേജേഴ്സിന്. പക്ഷെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒന്നും ഡയറക്റ്റ്ലി സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല ഇത്രയും വലിയൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ്. അപ്പോൾ നിങ്ങളൊരു 1% സാലിസിലിക് ആസിഡ് ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട്, നിങ്ങൾക്ക് ഫാർമസിയിൽ തന്നെ മൈൽഡ് ആയിട്ടുള്ള സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു സാലിസിലിക് ആസിഡ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട്, അല്ലെങ്കിൽ ഡെർമോക്കോ തന്നെ നമ്മുടെ ഷോപ്പുകളിലൊക്കെ കിട്ടി തുടങ്ങി. ഡെർമോക്കോ 1% സാലിസിലിക് ആസിഡ് ഒക്കെ ഉണ്ട്, ജെൽ ഫോമിലായിട്ടുള്ള അങ്ങനത്തെ സാലിസിലിക് ആസിഡ് വാങ്ങിക്കാം. ഞാൻ എക്സ്ട്രീംലി ഓയിലി അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻകാരുടെ കാര്യം കേട്ടോ പറയുന്നത്. അപ്പം അങ്ങനെ നിങ്ങളൊരു ഫേസ് വാഷ് വാങ്ങിക്കുക. അതിനുശേഷം അത് നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ മോർണിംഗും നൈറ്റിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ചിലപ്പോൾ ഓവറായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ നൈറ്റ് മാത്രം യൂസ് ചെയ്യുമ്പോൾ അത്ര ഒരു പ്രശ്നം ഉണ്ടാവുക. പിന്നെ സ്കിന്നിനൊന്ന് കാരണം സൂര്യപ്രകാശം ഇല്ലല്ലോ, സൂര്യപ്രകാശം ഇല്ലാത്ത നമ്മുടെ സ്കിന്നൊന്ന് ഹീൽ ചെയ്യുന്ന ടൈമും കൂടെയാണ് നൈറ്റ്. എന്ന് പറഞ്ഞിട്ട് സാലിസിലിക് ആസിഡ് ഡേ ടൈമിൽ യൂസ് ചെയ്തുകൂടെ? അങ്ങനെയൊന്നുമില്ല, സാലിസിലിക് ആസിഡ് ഡേ ടൈമിൽ യൂസ് ചെയ്യാം. ബട്ട് ഇപ്പോൾ ഒന്ന് സ്കിന്നൊന്ന് കാമായിട്ടിരിക്കുന്ന നൈറ്റ് ആണെങ്കിൽ നൈറ്റിൽ യൂസ് ചെയ്യാൻ പറയുന്നത്. ഡെയിലി നൈറ്റിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങളുടേത് ഡ്രൈയോ നോർമലോ ആയിട്ടുള്ള സ്കിന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഞാനിപ്പോൾ ടീനേജേഴ്സിന് പറഞ്ഞത്, ഞാൻ ഫേസ് വാഷിന് കാര്യം പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം ടീനേജേഴ്സിന് വേണ്ടിയുള്ള സ്കിൻ കെയർ റുട്ടീനിൽ. ഫസ്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് കളിക്കും. ചിലപ്പോൾ ഓയിലി ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് കോമ്പിനേഷൻ ആയിരിക്കും, നോർമൽ ആയിരിക്കും, ഡ്രൈ ആയിരിക്കും. അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഫേസ് വാഷും അതനുസരിച്ച് പിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഞാനൊക്കെ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ, അപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഫേസ് വാഷ് വാങ്ങിക്കാറും. അപ്പം ഞാൻ പഠിക്കുമ്പോഴത്തേക്ക് എവർ യൂത്തിൻ്റെയോ അങ്ങനെ ഏതോ ഒരു ഫേസ് വാഷ് ആയിരുന്നു, പേരിപ്പോൾ മറന്നു. കാരണം അതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് ഉള്ളൊരു സ്ക്രബ് ടൈപ്പ് ഫേസ് വാഷ് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ അതായിരുന്നു ഡെയിലി യൂസ് ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ചാൽ, അത് മോർണിംഗ് നൈറ്റും ഒക്കെ ഉപയോഗിക്കുക. അതിനകത്ത് ഈ തരിതരി ഉള്ളതുകൊണ്ട് സ്ക്രബിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഓവറായിട്ട് ഫേസ് എക്സ്ഫോളിയേറ്റ് ആവാൻ തുടങ്ങി, സ്കിൻ പീൽ ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓൾറെഡി ഓയിലി സ്കിൻ ആയിരുന്നു. ഈ ഒരു ഓവർ എക്സ്പോളേഷൻ കാരണം സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ തോന്നി. പിന്നെ ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ടാണ് അതൊന്ന് ഞാൻ ഹീൽ ചെയ്തെടുത്തത്. അപ്പോൾ അതിൽ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഓവർഡു ചെയ്ത് സ്കിന്നിന്റെ ബാരിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ടീനേജേഴ്സ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട സാധനമാണ് നിങ്ങളുടെ സ്കിൻ ബാരിയർ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നൈറ്റിൽ മാത്രം സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക. അതും എക്സ്ട്രീംലി ഓയിലി സ്കിൻകാരാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് നല്ല ആക്നെ ബ്രേക്ക്ഔട്ട്സ്, അതായത് നന്നായിട്ട് പിമ്പിൾസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡോക്ടറിനെ പോയി കാണുക. ഒരു DIY, പ്രത്യേകിച്ച് DIYകളെ പറ്റി ചിന്തിക്കാനേ പാടില്ല. DIY ഒന്നും വേണ്ട. ഇപ്പൊ ഇന്റർനെറ്റിൽ പറയുന്ന പിമ്പിൾ ട്രീറ്റ്മെന്റ്സ് ഉള്ള, അതായത് അഡാപ്റ്റീൻ, റെറ്റിനോൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. ഒരു പിമ്പിൾ പാച്ച് ഒട്ടിക്കുന്നെങ്കിൽ ഫൈൻ, അല്ലെങ്കിൽ ആക്നെ സ്പോട്ട് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നെങ്കിൽ ഫൈൻ. അതൊക്കെയെന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ, യൂസ് ചെയ്യുക, കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ മോസ്റ്റ് ഓഫ് ദി പിമ്പിൾസും ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള പിമ്പിൾസ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളൊരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് അവരിൽ നിന്ന് അഡ്വൈസ് എടുത്ത് യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് ഒന്നാമത്തെ കാരണം വെച്ചാൽ, സ്കാറിങ് ആയിക്കഴിഞ്ഞാൽ ഈ ടീനേജ് ടൈമിൽ തന്നെ നമുക്ക് സ്കാറിങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെയൊക്കെ ഒരുപാട് ബാധിക്കും. പിന്നെ സ്കാറിങ്ങിലോട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഡോക്ടറിനെ പോയി കാണുക എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഇതിപ്പം ടീനേജേഴ്സ് അല്ല, അവരുടെ അമ്മമാരോ ചേച്ചിമാരോ ആരെങ്കിലും കസിൻസോ ആരെങ്കിലും കാണുന്നില്ല, അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ടീനേജ് ആയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പം ഞാൻ ഉൾപ്പെടെ കസിൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോക്കുരല്ലേ കുഴപ്പമില്ല, അത് ടീനേജ് ആകുമ്പോൾ കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളൂന്ന്. അങ്ങനെ നമ്മൾ വെറുതെ വിടരുത്. കാര്യം എന്ന് വെച്ചാൽ, അത് എക്സ്ട്രീംലി ഓവർ പിമ്പിളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു
ഒരു ഏജിൽ നമ്മളത് കളഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് സ്കാറിങ്ങിലോട്ടും പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അതിനേക്കാളും നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക, അത് എന്ത് ടൈപ്പ് ആക്നെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് മക്കളെ ഇപ്പൊ കാണുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മക്കൾ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി മോക്കുരുവിന്റെ കറുത്ത പാട്, ചേച്ചി മോക്കുരു പൊട്ടിച്ചതിന്റെ നല്ല പാടുണ്ട്, അതൊക്കെ ഞാൻ എങ്ങനെയാ മാറ്റേണ്ടത്, എന്താ യൂസ് ചെയ്യേണ്ടത്. കാരണം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർ കോൺഷ്യസ് ആയി തുടങ്ങും. അത് അവരുടെ കോൺഫിഡൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പോ എത്ര അല്ല എന്ന് പറഞ്ഞാലും ഒരു ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ അത് കോൺഫിഡൻസ് ഒക്കെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ നല്ല പിമ്പിൾസ് അല്ലെങ്കിൽ ജസ്റ്റ് പിമ്പിള ഉണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ടീനേജേഴ്സ് അല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒരുപാട് ആക്റ്റീവ്സ് ടീനേജേഴ്സിന് പറയാത്ത എന്തെന്ന് വെച്ചാലും, ഞാൻ സാധാരണ നോക്കുന്ന സെറ യൂസ് എന്നൊക്കെ പറയും. പക്ഷെ ടീനേജേഴ്സിന്റെ സ്കിൻ കുറച്ചും കൂടെ തിന്നായിട്ടുള്ള സ്കിന്നാണ്. മാത്രമല്ല നമ്മൾ അവരുടെ സ്കിൻ നേരിൽ കാണാൻ നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് അവരിൽ നിന്ന് മരുന്ന് എടുക്കുന്നതിന് ചില സമയത്ത് നമുക്ക് അകത്തോട്ടൊക്കെ ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്നൊക്കെ എടുക്കേണ്ടി വരും. വിറ്റാമിൻ്റെ മരുന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പാട് മൂക്കുരു മാറ്റാൻ പറ്റുള്ളൂ. സോ ഡെഫിനറ്റ്ലി പോയി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ടതാണ്. അപ്പൊ അതാണ് ഫേസ് വാഷും പിമ്പിൾസും ഒക്കെ തമ്മിലുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ നിയാസിനമൈഡ് സെറം ഫൈനാണ്, യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. വിറ്റാമിൻ സി സെറവും ഒരു 5% ഒക്കെയാണ് യൂസ് ചെയ്യുന്നതിൽ തെറ്റുന്നില്ല. നിയാസിനമൈഡ് വിറ്റാമിൻ സി ഒരു തരത്തിൽ ടീനേജേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റിൽ ഞാൻ പറയും 5% ആണെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും ഈ മോർണിംഗിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നല്ലതാണ്, സ്കിന്നിന് ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷെ വേറെ സിറംസ് ഒന്നും ഇപ്പോഴും യൂസ് ചെയ്യുന്ന കോജിക് ആസിഡ്, ആൽഫ ആർബുറ്റിൻ അതൊന്നും ഇപ്പോഴും യൂസ് ചെയ്ത് തുടങ്ങണ്ടെന്ന് ഞാൻ പറയും. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു സിറം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ സ്കിന്നിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ പഠിച്ച് അല്ല ഒരു ജസ്റ്റ് ഒന്ന് സ്ഥിരം പോയി കാണണമെന്ന് ഞാൻ പറയില്ല, ജസ്റ്റ് ഒരു പ്രാവശ്യം കൺസൾട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഡെർമറ്റോളജിസ്റ്റുകൾ നിങ്ങളുടെ സ്കിന്നിനെ പറ്റി ഒരു ഐഡിയ തരും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും സ്കിൻ കെയർ സെറ്റപ്പ് ചെയ്യാനായിട്ട്. ട്രെൻഡിനനുസരിച്ച് ഡെയിലി ടീനേജേഴ്സുകാർ സ്കിൻ കെയർ ഒരിക്കലും സെറ്റപ്പ് ചെയ്യരുത്. ഒരു സാലിസിലിക് ആസിഡ് ഇപ്പൊ ഒരു ബേസിക് സ്കിൻ കെയർ ആണെങ്കിൽ ഫൈൻ. ഇപ്പൊ ഒരു ജെൽ ബേസ്ഡ് ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു സാധാരണ മോയിസ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, ഇത്രയാണെങ്കിൽ ഫൈൻ. ഞാൻ സിറത്തിന്റെ കാര്യമൊക്കെയാണ് പറയുന്നത്, സിറം, പിമ്പിൾസിന്റെ റെമഡി, ഇതിനൊക്കെ പറ്റി വരുമ്പോഴത്തേക്ക് ഡോക്ടറിനെ കാണുക. ഇനി നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് എങ്ങനെ ഫേസ് വാഷ് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക, ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഒരു നോർമൽ സ്കിൻ ആണെങ്കിൽ നോർമൽ ഫേസ് വാഷിൽ ക്ലെൻസർ യൂസ് ചെയ്യുന്ന ഫേസ് വാഷുകൾ യൂസ് ചെയ്താൽ മതി, കുഴപ്പമില്ല. പക്ഷേ സാലിസിലിക് ആസിഡ് അതല്ലാന്നുണ്ടെങ്കിൽ HA/BHA ഫേസ് വാഷ് അങ്ങനത്തെ ഒന്നും വേണ്ട. വിറ്റാമിൻ സി എന്നൊക്കെ ഉള്ള ഏത് ഫേസ് വാഷ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം വിറ്റാമിൻ സി എന്നുള്ളത് പേര് മാത്രമേ കാണൂ, ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഓയിലി സ്കിൻ ആണ്, നിങ്ങൾക്ക് ഒരു 1-2% അല്ല 2% വേണം, 1% സാലിസിലിക് ആസിഡ് ഫേസ് വാഷസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എടുത്തു പറയുന്ന മോക്കുരു നല്ല സിവിയർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണാം. അടുത്തതെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫേസ് വാഷ് യൂസ് ചെയ്തു പിന്നെ ഒന്ന് യൂസ് ചെയ്ത് അങ്ങനെ വിടരുത്. നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കൊന്ന് പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ കളിച്ചിട്ടൊക്കെ വരുമ്പോൾ നന്നായിട്ട് വിയർക്കത്തില്ല. അപ്പൊ നന്നായിട്ടൊന്ന് വെള്ളം മുഖത്ത് തട്ടിയിട്ട് ഒന്ന് അത് മാറ്റിയതിന് ശേഷം ഒരു 4 മണിക്ക് ശേഷമാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണം, നേരെ വീട്ടിൽ പോയി ഫ്രഷ് ആവുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉച്ചര ആ സമയമൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. കാരണം ഓവർ ആവരുത്, ഡെയിലി അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് വിയർത്തിട്ടിരിക്കണമെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതല്ല നോർമലി ഒരു വിയർപ്പൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊരു വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് അടിച്ചിട്ട് നിങ്ങൾ സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. മാക്സിമം ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നല്ല പൊടി അഴുക്ക് അതൊക്കെ ഫേസിലോട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷെ അതൊരു സ്ഥിരം പരിപാടിയാക്കണ്ട, ഒക്കേഷണലി വല്ലപ്പോഴും മാത്രം ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. അല്ല കാരണം നിങ്ങൾ ഓവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവും. അതാണ് അത്രയും എക്സ്ട്രീം സിറ്റുവേഷൻ, ഫേസ് വാഷ് യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ മാത്രം ഈ ഉച്ചയ്ക്കുള്ള കളികളുടെ ഇടയിലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങളുടെ സൺസ്ക്രീൻ നിങ്ങൾ കൂടെ ക്യാരി ചെയ്യുക. സ്കൂളിൽ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ സ്കിന്നാണ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. സോ കാരണം ഇപ്പോഴത്തെ വെയിൽ അത്രയും നല്ലതാണ്. സോ സൺസ്ക്രീൻ മാക്സിമം റീഅപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കളിച്ചിട്ടൊക്കെ കഴിഞ്ഞാലും സൺസ്ക്രീൻ മാക്സിമം റീഅപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പെൺകുട്ടികൾ പിന്നെയും ചെയ്യും, ഞാൻ ആൺകുട്ടികളോട് എടുത്തെടുത്ത് പറയുന്നതാണ്. കാരണം കുറച്ച് പേരെ കാണുന്നുണ്ടെങ്കിൽ മക്കളെ
സൺസ്ക്രീൻ മാക്സിമം ഒന്ന് റീഅപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ മോക്കുരുവൊക്കെ വന്നതാണ്, നിങ്ങൾ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മോക്കുരുവിന്റെ കറുപ്പ് ഇന്റൻസ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇതാണ് ടീനേജേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ടീനേജേഴ്സിന്റെ സ്കിൻ കെയർ റുട്ടീനെ പറ്റി അറിയണമെങ്കിൽ ഞാൻ ഐക്കാർഡിൽ ഒരു വീഡിയോ എടുക്കുക, അതൊന്ന് കണ്ടു വെക്കുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. അടുത്തത് ഞാൻ കെമിക്കൽ എക്സ്ഫോളിയേഷൻ പറഞ്ഞപ്പോൾ ആ വീഡിയോയുടെ അണ്ടറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കോജിക് ആസിഡ് നമുക്ക് കെമിക്കൽ എക്സ്ഫോളിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യാമോ എന്ന്. ഇല്ല, കോജിക് ആസിഡ് ബേസിക്കലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് മെലാനിന്റെ പ്രൊഡക്ഷൻ തടയുക എന്നുള്ളത്. അതൊരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതായത് നമ്മുടെ ടൈറോസിൻ എന്ന് പറയുന്ന എൻസൈമാണ് നമ്മൾ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് തടയാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ടാനക്സാമിക് ആസിഡ് എന്നൊക്കെ പറയുന്ന ആസിഡ്സ്. ആസിഡാണ് പേരെങ്കിലും ഇതൊന്നും എക്സ്ഫോളിയേഷന് വേണ്ടി നമ്മളെ സഹായിക്കത്തില്ല. അത് ഗ്ലൈക്കോളിക് ആസിഡ് ഒരു ചെറിയ എക്സ്ഫോളിയേഷൻ ആണ്. ബാക്കി 4 സാധനങ്ങളും ആസിഡ് എന്നുള്ള പേരുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ എക്സ്ഫോളിയേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളല്ല. അതെല്ലാം പിഗ്മെന്റേഷൻ മാറാനുണ്ട്. അതായത് മെലാനിൻ എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് സ്കിന്നിന് കളർ തരുന്നത്. അത് എക്സ്ട്രീംലി ആകുമ്പോഴാണ് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഉണ്ടാകുന്നത്. ആ എക്സ്ട്രീം സിറ്റുവേഷൻ നിന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കോജിക് ആസിഡും ആൽഫ ആർബിറ്റിനും അസലിക് ആസിഡും ടാനക്സാമിക് ആസിഡും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ആസിഡ്സ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റത്തില്ല. അതും ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോജിക് ആസിഡ് യൂസ് ചെയ്താൽ ഞാൻ വെളുക്കുമോ, ബ്രൈറ്റ് ആവുമോ എന്നൊക്കെ. നമ്മുടെ സ്കിന്നിന് നമുക്കൊരു നാച്ചുറൽ ആയിട്ടൊരു സ്കിൻ കളർ ഉണ്ട്, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ, ഇപ്പൊ പണ്ടത്തെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഞാൻ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്, നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു കളർ ഉണ്ട്. പക്ഷെ നമ്മൾ സൺ ടാൻ അടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷൻ നടത്താത്തത് കൊണ്ട് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് താന്നിരിക്കുന്നതാണ്, നമ്മൾ അറിയാത്തതാണ്. നമ്മുടെ ഒറിജിനൽ കളേഴ്സ് നമുക്ക് മനസ്സിലാവാത്തതാണ്. അത് ടാനൊക്കെ അടിച്ചിരിക്കുന്നതുകൊണ്ടൊക്കെയാണ്. അപ്പൊ അതൊന്ന് മാറ്റാനായിട്ട് നമുക്ക് കോജിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു വിറ്റാമിൻ സി കോജിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെളുക്കും. അവിടെ വെളുപ്പല്ല വരുന്നത്, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കളർ ഒന്ന് പുറത്തോട്ട് വരുന്നതാണ്. കാരണം ഇതൊക്കെ നമ്മുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ ടാനിങ് വരുന്നത് തടയാൻ പറ്റും. ഓൾറെഡി ടാനിങ് ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിന് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് പുതിയ സ്കിന്നിനകത്തോട്ട് ടാനിങ് വരുന്നില്ലല്ലോ. അപ്പൊ അതൊരു ബ്രൈറ്റ് ആയിട്ട് വരുന്നതാണ് ചില ആൾക്കാർക്കെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് വെളുത്തിട്ട് തോന്നുന്നത്. കുറെ കാലം കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്കിന്നിന് ചേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ടാനിങ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും. അതിന്റെ കൂടെ നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കളർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സൺസ്ക്രീൻ കൂടി യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്താൽ ഒരു ബ്രൈറ്റ്നെസ് കിട്ടും. പക്ഷെ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യണം വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ടാനിങ് മാറി എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതങ്ങ് നിർത്തുക. നിങ്ങൾ സൺസ്ക്രീൻ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് സ്കിൻ കൺസേൺ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു വിറ്റാമിൻ സി സിറം മോർണിംഗിൽ യൂസ് ചെയ്യുക. 24 ഇയേഴ്സിന് എബോ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു റെറ്റിനോൾ സിറം നൈറ്റ്ലി യൂസ് ചെയ്യുക. ഒരു ബേസിക് സ്കിൻ കെയർ ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒന്നും വരാതിരിക്കുക, പ്രിമേച്ചർ ആയിട്ട് വരാതിരിക്കുക. കാരണം ഇവഞ്ച്വലി നമുക്ക് എന്തായാലും ഫൈൻ ലൈൻസും പിമ്പിൾസും വർഷങ്ങളായി കഴിയുമ്പോൾ നമുക്ക് വരും. പക്ഷെ പ്രിമേച്ചർ ആയിട്ട് നമ്മുടെ സൺ ഡാമേജ് കാരണോ അതല്ലെങ്കിൽ നമ്മളൊരു ജീവിത സാഹചര്യം കൊണ്ടോ ഒക്കെ നമ്മുടെ സ്കിൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് തടയാനായിട്ട് ഈ 2 സിറം ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്നാലും ഇത് കുറച്ച് നമ്മളായിട്ട് വേറെ എഫേർട്ട് വേണം. അത് വേറെ കാര്യം. ഫുഡിന്റെ കാര്യത്തിൽ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തിയാൽ നല്ല രീതിയിൽ നമുക്ക് ആ സ്കിന്നിൽ ചേഞ്ച് മനസ്സിലാവും. പക്ഷെ സ്റ്റിൽ പ്രിമേച്ചർ ആയി നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും റിസൾട്ട് കിട്ടും. നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു സ്കിൻ നിങ്ങൾ ടാനിങ് ഒക്കെ മാറ്റി ഒരു വിറ്റാമിൻ സി സിറം റെറ്റിനോളും നൈറ്റിലും മോർണിംഗിലും ഒക്കെ സെപ്പറേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോർമൽ സ്കിൻ കെയർ 24 ഇയേഴ്സിന് ശേഷം സെറ്റ് ചെയ്താൽ നമ്മുടെ സ്കിൻ നമുക്ക് നല്ല രീതിയിലൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് സേഫ് ചെയ്ത് വെക്കാനും പറ്റും. പ്രീമേച്ചർ ആയിട്ടുള്ള ഏജ് നമുക്ക് കുറച്ചെടുക്കാനും പറ്റും. അതാണ് ആ ഒരു കോജിക് ആസിഡ് യൂസ് ചെയ്യാൻ വെളുക്കുമോ എന്ന് ചോദിക്കുന്നത്. അതുപോലെയാണ് വിറ്റാമിൻ സി യൂസ് ചെയ്താലും ഞാൻ പറഞ്ഞില്ലേ വിറ്റാമിൻ സി കോജിക് ഇത് ഒരു സിറം യൂസ് ചെയ്താൽ നമുക്ക് വെളുക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മുടെ നാച്ചുറൽ സ്കിൻ കളർ നമുക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. വിറ്റാമിൻ സി എന്നൊക്കെ വെച്ചാൽ ഫോട്ടോ ഏജിങ് അതായത് സൺ ഡാമേജിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെ പിന്നെ നമുക്കൊരു ഡാർക്ക്നെസ് ഒന്നും വരാത്ത. പക്ഷെ വിറ്റാമിൻ സി നല്ല പ്യൂർ ആയിട്ടുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അത് സ്റ്റേബിൾ ആക്കി യൂസ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഉറപ്പായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. വിറ്റാമിൻ സി റെറ്റിനോൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നതല്ല. വിറ്റാമിൻ സി മോർണിംഗിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, നൈറ്റിൽ റെറ്റിനോൾ യൂസ് ചെയ്യുക, മോർണിംഗിൽ നിങ്ങൾ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു ക്വസ്റ്റ്യൻ വന്ന് ചെറിയൊരു കാര്യം അപ്പൊ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. സാലിസിലിക് ആസിഡ് യൂസ് ചെയ്താൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ എന്നുള്ളത് മസ്റ്റ് ആണ്. അങ്ങനെ ഇപ്പൊ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്കിൻ ഒരിക്കലും ഫോട്ടോ സെൻസിറ്റീവ് ആവത്തില്ല. സാലിസിലിക് ആസിഡ് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെറാണ്. പക്ഷേ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറയണേന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് വേറെ ഡാമേജസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഈ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുപോകുന്ന സ്കിന്നെ
പ്രൊട്ടക്ട് ചെയ്യണ്ടേ. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പൊടിക്ക് വേണ്ടിയുള്ള ഡോറ് തുറന്നിട്ട് എടുക്കുന്ന കണക്കാണ് സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആന്റി ഓക്സിഡന്റ് ഫ്രീ റാഡിക്കൽസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ചെയ്യും. അതിന്റെ ആവശ്യമില്ലാത്തതാണ് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് യൂസ് ചെയ്തില്ലെങ്കിലും മസ്റ്റ് ആയിട്ട് ഈ സമ്മറാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. സൺസ്ക്രീൻ എവറി 2 hour ഗ്യാപ്പിൽ യൂസ് ചെയ്യുക. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മിനിമം മുന്നെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ സൺസ്ക്രീൻ ഒരിക്കലും നമുക്കൊരു കംപ്ലീറ്റ് 100% പ്രൊട്ടക്ഷൻ തരത്തില്ല. 30 ആണെങ്കിൽ 97% തരും, 50 ആണെങ്കിൽ 98% തരും. ഇത് ഞാനിപ്പോ മറ്റേന്റെ കൂടെ കയറ്റി പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ സൺസ്ക്രീൻ ഇട്ടിട്ടും ഞാൻ ടാൻ ആവുന്നു എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതിന്റെ കാര്യം ഒന്നുകിൽ നിങ്ങൾക്ക് ആ സൺസ്ക്രീൻ അലർജിക് ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനഫ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് കാസ്റ്റ് ഇടുന്ന സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതിന്റെ ഇടയിൽ കൂടെ ചേർത്ത് പറഞ്ഞത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലൈക്ക് ഞാൻ സാധാരണ അത് ശ്രദ്ധിക്കാത്ത ടൈപ്പ് മിസ്സായി പോകുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ അത് എന്നെ ആ ക്വസ്റ്റ്യൻ ക്യാച്ച് ചെയ്തു. കാര്യം എന്തെന്ന് വെച്ചാൽ വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും, അതായത് റെറ്റിനോളും വിറ്റാമിൻ സിയും ഒരുമിച്ച് യൂസ് ചെയ്യാൻ നമ്മുടെ സ്കിന്നിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ദ തിങ് ഈസ് ഒബ്വിയസ്ലി രണ്ടും കൂടെ ഒരുമിച്ച് ഫോർമുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മാക്സിമം എന്ന് വെച്ചാൽ നമ്മളായിട്ട് രണ്ട് സെപ്പറേറ്റ് വിറ്റാമിൻ എ സിറം വിറ്റാമിൻ സി സിറം സെപ്പറേറ്റ് വാങ്ങിയിട്ട് നമ്മളായിട്ട് ഒരുമിച്ച് ഒരേ സ്കിൻ കെയർ ലൈക്ക് ഒരേ ടൈമിൽ യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് രണ്ടും വിറ്റാമിൻ എ ആയ നൈറ്റിൽ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ വിറ്റാമിൻ എ സൺലൈറ്റിൽ ഡാമേജ് ആയിപ്പോവും. അതുകൊണ്ടാണ്. വിറ്റാമിൻ സിയും അൺസ്റ്റേബിൾ പ്രൊഡക്റ്റ് ആണ്, സൺലൈറ്റിൽ ഡാമേജ് ആയിപ്പോവും. വിറ്റാമിൻ എ അധികം ആസിഡിക് പ്രൊഡക്റ്റ് അല്ല, പക്ഷെ വിറ്റാമിൻ സി നല്ല ആസിഡിക് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ആദ്യം അപ്ലൈ ചെയ്യണം എന്നുള്ള ഇപ്പൊ ലെയറിംഗിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ആണെങ്കിൽ അറിയാം, ആസിഡിക് ആയിട്ടുള്ള വിറ്റാമിൻ എ ആയിരിക്കും ആദ്യമേ അപ്ലൈ ചെയ്യുന്നത്, അതിനുശേഷം വിറ്റാമിൻ സി. ഈ വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിറ്റാമിൻ എ അപ്ലൈ ചെയ്തിട്ട് വിറ്റാമിൻ സി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചില കേസുകളിൽ വിറ്റാമിൻ സി പെട്ടെന്ന് വർക്ക് ആവാതെയാവും. അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്നുകിൽ അത് ഓക്സിഡൈസ്ഡ് ആയിട്ട് പോകും, ഡിസ്ട്രോയിഡ് ആയിട്ട് പോകും. അങ്ങനെ ഡിസ്ട്രോയ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻ വരും. അതുപോലെയാണ് വിറ്റാമിൻ എയും വിറ്റാമിൻ സി ആയിട്ട് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ടൊന്നും വരത്തില്ല, പക്ഷെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് തന്നെ സ്കിന്നിന് ഇറിറ്റേഷൻ വരും. നമ്മളൊരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുന്നത് മാക്സിമം ഇറിറ്റേഷൻ ലെസ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ എപ്പോഴും സ്കിൻ പ്രൊട്ടക്ട് ചെയ്തിട്ട് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ എത്ര ആസിഡ്സും എത്ര എക്സ്ഫോളിയേറ്റിംഗ് സിറംസ് യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ പറയണത് നിങ്ങൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതാണ് വിറ്റാമിൻ എ പോലും ഞാൻ സാൻഡ്വിച്ച് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. സാലിസിലിക് ആസിഡ് ആഴ്ചയിൽ 2 ദിവസം, കാരണം ചിലപ്പോൾ ഡെയിലി യൂസ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല, പക്ഷെ ഞാനൊരു പ്രിക്കോഷൻ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ നടക്കാൻ പഠിച്ചിട്ട് ഓടിയാൽ പോരും, അതുപോലെ. അപ്പൊ ആദ്യമേ നമ്മൾ എണീറ്റ് നിൽക്കുക, അതിനുവേണ്ടി ഇപ്പൊ അറിഞ്ഞുകൂടാതെ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളിപ്പോ ഒബ്വിയസ്ലി എല്ലാവരും പറയുന്ന വിറ്റാമിൻ എ വിറ്റാമിൻ സി ഒരുമിച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ചിലവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, സ്കിൻ ടോളറൻസ് ഉള്ള ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പോൾ എന്റെ സ്കിന്നിന് പ്രശ്നമാവില്ല, കാരണം നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലോകത്ത് കാണുന്ന എല്ലാ പ്രൊഡക്ട്സും എന്റെ മുഖത്ത് പരീക്ഷിക്കുന്ന ആളാണ്. ഭാഗ്യത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതിന് മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് ട്രയൽ ആൻഡ് ഫെയിൽ എപ്പിസോഡ്സ് നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ എന്നെ നിങ്ങൾ ക്ലോസ് അപ്പിൽ കണ്ടാൽ ചിലപ്പോൾ അതിന്റെ ഭാഗങ്ങളായിട്ടുള്ള കുറെ കുത്തുകളും കറുത്ത പാടുകളും ഒക്കെ നിങ്ങൾക്ക് എന്നെ മുഖത്ത് കാണാം. എന്റെ DIY ജേർണിയെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒബ്വിയസ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം ഉണ്ടാവണമെന്നില്ല ചില ആൾക്കാർക്ക്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് 10% നയാസിനമൈഡ് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ സ്കിന്നിലുള്ള ആൾക്കാർ നമ്മൾ നല്ല അൺസ്റ്റേബിൾ ആയിട്ടുള്ള വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ സ്കിൻ ഇറിറ്റേഷൻ വരും. ലിറ്റിൽ ബിറ്റ് ഇറിറ്റേഷൻ അല്ല, നല്ല രീതിയിൽ ഇറിറ്റേഷൻ വരും. ഇത് ഞാൻ പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ആദ്യം എനിക്ക് ഡൗട്ട് ആയിരുന്നു, ഇങ്ങനെ ഒരു കോൺവെർസേഷൻ അതായത് സ്കിൻ കെയറിനെ പറ്റി ഇത്രയും ഇതായിട്ട് പറയാൻ പറ്റിയ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല സത്യമായിട്ടും. അപ്പൊ പറഞ്ഞു കുറെ ആൾക്കാരിലേക്ക് വീഡിയോ എത്തിയപ്പോൾ ഞാൻ വിചാരിക്കുന്നതിലുപരി ആൾക്കാരിലേക്ക് എന്റെ വീഡിയോസ് എത്തി തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പം മനസ്സിലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷെ കുറച്ച് പേർക്ക് 1-2 പേർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കണം. ലൈക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം, പക്ഷെ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി വിറ്റാമിൻ എയും വിറ്റാമിൻ സി ഒരുമിച്ച് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് കമന്റ് ബോക്സിലും DMസിലും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇത്രയും കാലം കൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഒരുമിച്ച് ഉപയോഗിക്കരുത്. മറ്റേ എന്റെ വീഡിയോയുടെ അടിയിൽ അങ്ങനെ ഒരു കമന്റ് കണ്ടിട്ട് ആരെങ്കിലും യൂസ് ചെയ്ത് അവരുടെ സ്കിൻ ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെനിക്ക് എന്തോ ഒരു ഫീലാണ്. കാരണം ഞാൻ ഈ വീഡിയോ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഒരിക്കലും ഹാർംഫുൾ ആയിട്ടുള്ള ഒരു രീതിയിൽ അഫക്ട് ചെയ്യുന്നത് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. നിങ്ങൾ വിറ്റാമിൻ എ വിറ്റാമിൻ സി ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ അതൊരിക്കലും നമ്മുടെ സ്കിൻ ടോളറേറ്റ് ചെയ്യുമോ എന്ന് കൺഫേം 100% ഉറപ്പില്ലാണ്ട് അതൊരിക്കലും ഉപയോഗിക്കരുത്. സോ
നമുക്ക് അതിനേക്കാൾ സേഫ് ആയിട്ടുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. മോർണിംഗിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യാം, പെർഫെക്റ്റ് ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ആന്റി ഓക്സിഡന്റ് വരാനായിട്ട്, ആന്റി ഓക്സിഡന്റ് ആണ് നമ്മൾ ഫ്രീ റാഡിക്കൽസിന് ഹെൽപ്പ് ചെയ്യും, സ്കിന്നിന് ഒരുപാട് സൺ പ്രൊട്ടക്ഷൻ തരുന്നതുകൊണ്ട് നമുക്ക് വിറ്റാമിൻ സി മോർണിംഗിൽ ഉപയോഗിക്കാം. അതുപോലെ വിറ്റാമിൻ എ ഡെഫിനറ്റ്ലി നൈറ്റാണ് ഉപയോഗിക്കേണ്ടത്, വേറെ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ആ വിറ്റാമിൻ എ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടൈം കൊടുക്കും. സ്റ്റേബിൾ ആണ്, ബട്ട് സ്റ്റിൽ ഇതിന്റെ കൂടെ യൂസ് ചെയ്ത് അൺസ്റ്റേബിൾ ആവുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെറുതെ പണി വാങ്ങിക്കണല്ലോ. പക്ഷെ നിങ്ങൾക്ക് വിറ്റാമിൻ എയും വിറ്റാമിൻ സി ഒരുമിച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും തപ്പി അങ്ങനത്തെ ഒരു സിറം ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട് ഏതെങ്കിലും സിറം ഉണ്ടെങ്കിൽ ഞാൻ തപ്പിയെടുത്ത് കൊണ്ട് തരുന്നതാണ്. കാരണം ഒരുപാട് പേര് അത് ചോദിക്കുന്നുണ്ട്. പക്ഷേ സംഭവം അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു കമന്റ് ചെയ്യണം, നിങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എവിടെന്നെങ്കിലും തപ്പിയെടുത്തിട്ട് ഞാൻ തരാം. ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ തരും എന്നല്ല, ഞാൻ എവിടെന്നെങ്കിലും, കാരണം എനിക്കത് യൂസ് ചെയ്തും കൂടെയൊക്കെ നോക്കണ്ടേ, എന്നിട്ട് ഞാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുന്നതാണ്. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. സോ ഇതായിരുന്നു നമ്മുടെ ഈ ആഴ്ചത്തെ Q&A. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ അതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേസിലും തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരുന്നവർ. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.